Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. നമ്മളിപ്പോ നിങ്ങൾ ക്ലാസ്സിൽ HR കുറിച്ച് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എല്ലാവർക്കും എന്താണ് HR എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലായോ? എന്താണ് HR എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? മാം ക്ലിയർ ആവുന്നില്ല പറയുന്നത്. വോയിസ് ക്ലിയർ അല്ല. വോയിസ് ക്ലിയർ ആവുന്നില്ല. 1 മിനിറ്റ് കേട്ടോ. എക്കോ ഉണ്ടോ നോക്കണേ. ഓക്കെ. ഇപ്പൊ പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ. ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ HR കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? HR കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് റിക്രൂട്ടിംഗ് ആൻഡ് സെലക്ഷൻ എന്ന് പറയും. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ വെച്ചാല് പ്രോപ്പർ ആയിട്ടുള്ള എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്ന യൂണിറ്റ് ചാപ്റ്ററിന്റെ പേര് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്നാണ്. ചാപ്റ്റർ 2 ആണ്. ഓക്കെ, വോയിസ് ഞാൻ കാര്യം ചെയ്യാം. എല്ലാവരും വോയിസും മ്യൂട്ട് ആക്കാം. എല്ലാവരും മ്യൂട്ട് ആക്കാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി ക്ലിയർ ആണോ എന്ന് നോക്കണം കേട്ടോ. ഇനി കേൾക്കുമ്പോൾ വല്ല ബ്രേക്ക് ഉണ്ടോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം. ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണേ. ഓക്കെ, അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിന്റെ പേര് ഏതാണ്? റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ 2 ആണ് ഞാൻ എടുക്കുന്ന ചാപ്റ്റർ. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം നമ്മളിപ്പോ എന്താ പറയാ, അപ്ലിക്കൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ഇന്നൊരു കമ്പനിയിൽ ഇന്നൊരു പോസ്റ്റിലേക്ക് നമ്മള് എന്ത് കൊടുക്കുന്നുണ്ട്, ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അത് അപ്ലിക്കൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു ഡ്യൂട്ടിയാണ് ഇവിടെ വരുന്നത്, റിക്രൂട്ട്മെന്റിൽ വരുന്നത്. സോ ഇതൊരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. Find actual and projected vacancies in the organization. The organization actual ആയിട്ടുള്ള vacancies or planned vacancies എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അതേപോലെ തന്നെ ഓർഗനൈസേഷനിൽ എത്ര നമ്പേഴ്സ് എംപ്ലോയീസ് വേണം, നമ്പർ ഓഫ് എംപ്ലോയീസ് എത്ര വേണം, അതേപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ വേണം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മളോട് നല്ല രീതിയിൽ നല്ലൊരു കണക്ഷനോടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആരൊക്കെയാണ് തയ്യാറെന്നുള്ളതാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ആക്ട് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മളുടെ ഓർഗനൈസേഷനിൽ ജോബിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് അവർ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ജോബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മൾ അഡ്വർടൈസ്മെന്റ് ഒക്കെ കാണുമ്പോൾ ജോബ് അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഓരോരുത്തരും. അപ്പൊ ജോബ് അഡ്വർടൈസ്മെന്റിൽ ഒരു മിനിറ്റ് ഞാൻ ടെക്നിക്കൽ ടീമിനോട് പറയട്ടെ കേട്ടോ. 1 മിനിറ്റ്, സൗണ്ട് എപ്പോഴും കട്ടാവുമെന്ന് പറയണം. 1 മിനിറ്റ്. ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ?
ഓക്കെ, ക്ലാസ്സിലേക്ക് വരാം. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് ഇവിടെ വരുന്നത്, റിക്രൂട്ട്മെന്റിൽ വരുന്നത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. സെലക്ഷന് മുമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് റിക്രൂട്ട്മെന്റ്. നമ്മുടെ ഓർഗനൈസേഷനിൽ എത്ര വാക്കൻസീസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്, അതിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ മൊഡ്യൂൾ 1 ചാപ്റ്റർ 2 ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മൊഡ്യൂള് അത് ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് ആണ് ഡീൽ ചെയ്യുന്നത്. ചാപ്റ്റർ 1 വേറൊരു ടീച്ചറായിരുന്നു. ഓക്കെ, ഞാൻ ചാപ്റ്റർ 2 ആണ് എടുക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ പറയാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുകയായിരിക്കും. നെക്സ്റ്റ് വീക്ക് മുതൽ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിനെ കുറിച്ച് സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ, 1 മിനിറ്റ് കേട്ടോ. ഇപ്പൊ നോക്കണം, സൗണ്ട് ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ചാപ്റ്റർ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് ചാപ്റ്റർ. പേജ് നമ്പർ 13 ആണ്. സോ നിങ്ങൾ PDF ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. ഒരു സ്ഥാപനത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് വേക്കൻസീസ് ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, ഇനി ഉണ്ടെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ, നമ്മുടെ സ്ഥാപനത്തിൽ എത്ര വേക്കൻസീസ് ഉണ്ട്, നമ്മുടെ സ്ഥാപനത്തിൽ എത്ര ജോബ് വേക്കൻസീസ് ഉണ്ട്, അതിന് ആപ്റ്റ് ആയിട്ടുള്ള എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിന് വേണം, അതേപോലെ ഇന്റേണൽ സോഴ്സിൽ സെലക്ട് ചെയ്യണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ അകത്ത് നിന്ന് സെലക്ട് ചെയ്യണോ, ഓർ ഏതെങ്കിലും എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണോ നമ്മൾ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് എവിടെ വരുന്നത്, റിക്രൂട്ട്മെന്റിൽ വരുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എംപ്ലോയീസിനെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അവരെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ നമ്മുടെ സ്കെയിൽ ഓഫ് പാക്കേജസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന ക്വാളിഫിക്കേഷൻ ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസ്, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളത്, ഇന്നതാണ് നമ്മുടെ പേ സ്കെയില് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അത് കണ്ട് അട്രാക്റ്റഡ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആര് വരുന്നു, എംപ്ലോയീസ് എന്താവുന്നു, എംപ്ലോയീസ് ആ ഒരു ജോബ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്നു. സോ അങ്ങനെ വരുമ്പോഴാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ജോബ് നമ്മള് ഏത് പേഴ്സൺ വേണം, ഏത് ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കണം, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ള പേഴ്സൺ ആയിരിക്കണം, എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം, ലെവൽ ഓഫ് എക്സ്പീരിയൻസ്, അതേപോലെ തന്നെ ടെക്നിക്കൽ, ഫിസിക്കൽ, ഇമോഷണൽ, പേഴ്സണൽ സ്കിൽ എന്തെല്ലാം വേണം എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ കേട്ടോ, 1 മിനിറ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. ഓക്കെ, 1 മിനിറ്റ്. വോയിസ് ക്ലിയർ ആണോ?
ഓക്കെ, ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ പറയണോ കേട്ടാ. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും റിക്രൂട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് ടു പുട്ട് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ് ആൻഡ് റൈറ്റ് പ്ലേസ്. നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഇതാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സ്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് നമ്മൾ എന്ത് ചെയ്യാണ് കണ്ടുപിടിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ വോയിസ്? Okay. Recruitment can be defined as the process of finding out prospective candidate for filing actual or projected vacancies in the organization. നമ്മുടെ ഓർഗനൈസേഷനിൽ ആക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന വേക്കൻസീസിലേക്ക് നമ്മുടെ കാൻഡിഡേറ്റിന് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള റൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റിനെ ഫിൽ ചെയ്യുക. ആ ഒരു ജോബാണ് റിക്രൂട്ട്മെന്റ് എന്നുള്ളത്. Recruitment enable the organization to obtain the number and the type of individual required for its continuous working. അപ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് എനേബിൾ ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, ഏത് ടൈപ്പ് എംപ്ലോയീസ് വേണം നമ്മുടെ ഓർഗനൈസേഷനോട് നല്ല രീതിയിൽ ആക്ട് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആരൊക്കെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ റെഡിയാണ് എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. Normally, it is an effort to gain interest of the candidate looking for which the management can choose the suitable person for the job. അപ്പോൾ ഇതൊരു എഫേർട്ട് ആണ്. എന്തിനു വേണ്ടിയുള്ള എഫേർട്ട്? നമ്മളുടെ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കാൻ റിക്രൂട്ട്മെന്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിക്കുന്നു. ഇപ്പോഴും ക്ലിയർ അല്ല, വോയിസ് ക്ലിയർ അല്ല. Just 1 minute. വോയിസ് ക്ലിയർ ആണെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പോർഷനാണ്. കൺസെപ്റ്റ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് റീഡ് ചെയ്തത്.
റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ഔട്ട് പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ഫയലിംഗ് ആക്ച്വൽ ഓർ പ്രൊജക്റ്റഡ് വാക്കൻസീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒട്ടും ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും, ഇവിടെ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് ക്ലാസ് നോക്ക് നിങ്ങൾ. എന്തെങ്കിലും പ്രശ്നം കൂടുതലാണെങ്കിൽ പറയും. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്കൊരു ഫയൽ ചെയ്യുന്നു, ആക്ച്വൽ ജോബിലേക്ക് നമ്മൾ അവരെ സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വാക്കൻസീസ് എത്രയാണ്, അതിന് ആരൊക്കെയാണ് തയ്യാറായിട്ടുള്ളത്, വർക്ക് ചെയ്യാനായിട്ട് ഓക്കെ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. വോയിസ് ആണോ ക്ലിയർ അല്ലാത്ത? കേൾക്കുന്നില്ല നിങ്ങൾക്ക്? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഞാൻ ഈ ടോപ്പിക് ഒന്ന് എടുക്കട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നോക്കട്ടെ കേട്ടോ. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മുടെ ഓർഗനൈസേഷനിലെ വാക്കൻസീസിലേക്ക് ഫില്ല് ചെയ്യും, കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാണ്. റൈറ്റ് പേഴ്സൺസിന് റൈറ്റ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Okay, the process of recruitment is one of the most significant aspects for operating a business successfully. നമുക്കറിയാം, ഒരു ബിസിനസ് സക്സസ്ഫുള്ളി എന്ത് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അത്ര കോമ്പിറ്റന്റ് ആയിരിക്കണം, അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള നല്ല റൈറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള എംപ്ലോയീസിനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യേണ്ടത്. The quality of the workers determine the performance of an organization. ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും, ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഓരോ വർക്കേഴ്സിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് അനുസരിച്ച് നമുക്ക് അവരെ എന്ത് പറയാം, ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് therefore individuals who effectively manage all the function of the organization are more suitable for it. So ഒരു ഇൻഡിവിജ്വല് ആയിട്ട് അവരുടെ ഫങ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷന്റെ ഓവറോൾ ഫങ്ഷൻ എങ്ങനെയായിരിക്കും, പ്രോപ്പർ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈവൻ ത്രൂ ദ ചേഞ്ചസ് ക്യാൻ ബ്രോഡ് ഇൻ ബൈ സം ഇൻകോമ്പിറ്റന്റ് എംപ്ലോയി ബൈ ട്രെയിനിങ് ആൻഡ് റിഗ്രസ് സൂപ്പർവിഷൻ, recruitment of capable and passionate peoples is undoubtedly and preferred. നമ്മൾ പറയുന്നേക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ കോമ്പിറ്റന്റ് അല്ലാത്ത എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും പ്രൊവൈഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതിലൂടെ അവർ നല്ല എഫക്റ്റീവ് ആയിട്ട് അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. By appointing the right person in the right position. റിക്രൂട്ട്മെന്റിന്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് പേഴ്സണ് റൈറ്റ് പോസ്റ്റിലേക്ക് എന്ത് ചെയ്യുക, അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള എയിം. എന്താണ്, റൈറ്റ് പേഴ്സൺ, appointing the right person in the right position. റൈറ്റ് പേഴ്സണ് റൈറ്റ് പൊസിഷനിലേക്ക് എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് അപ്പോയിന്റ് ചെയ്യുക. A great amount of time, energy and money can be saved. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സേവ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്, ടൈം സേവ് ചെയ്യാം, എനർജി സേവ് ചെയ്യാം, മണി സേവ് ചെയ്യാം. കാരണം നമ്മൾ ആപ്റ്റ് ആയിട്ടല്ലാത്ത കാൻഡിഡേറ്റ്സിനെയാണ് അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. സോ നമ്മുടെ ടൈം നഷ്ടപ്പെട്ടു, എനർജി നഷ്ടപ്പെട്ടു, മണി നഷ്ടപ്പെട്ടു. ഓർ ആ ഒരു വ്യക്തിക്ക് ഈ നമ്മൾ അസൈൻ ചെയ്ത ജോബ് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ ടൈമും എനർജിയും മണിയും നഷ്ടപ്പെടുന്നുണ്ട്. സോ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് എന്ത് ചെയ്യാനായിട്ട്, പ്ലേസ് ചെയ്യാൻ, അപ്പോയിന്റ് ചെയ്യാനായിട്ട്. Therefore, it is necessary for the manager to recruit high quality employee in order to fulfill organizational needs. നമ്മുടെ ഓർഗനൈസേഷന്റെ നീഡ്സ് അനുസരിച്ച് നല്ല ഹൈ ക്വാളിറ്റി എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, റിക്രൂട്ട് ചെയ്യാനായിട്ട്. കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ശരിക്കും ഒരു ഓർഗനൈസേഷന്റെ
എന്താണ് ഔട്ട്പുട്ടിനെ അഫക്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ടിനെയും എഫിഷ്യൻസിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. കാരണം നല്ല കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണ് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഓർഗനൈസേഷന്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും? ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ നല്ല എഫിഷ്യന്റ് ആയിരിക്കും ഓർഗനൈസേഷന്റെ പെർഫോമൻസ്. സോ നമ്മൾ റിക്രൂട്ട്മെന്റ് കറക്റ്റ് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റൈറ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റിന് മുമ്പ് ഒരുപാട് ഭയങ്കര ന്യൂമറസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അത്രയും നമ്പർ ഓഫ് ഫങ്ഷൻസ് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു, അതേപോലെ തന്നെ അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്നു. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ആപ്ലിക്കേഷൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സോർട്ട് ചെയ്തെടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു. അതിൽ ആ എംപ്ലോയീസിന് മാത്രം നമ്മുടെ ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ ഇന്റർവ്യൂ ലെറ്റർ ഇടുന്നു. ദെൻ സെലക്ഷൻ. ഇതൊക്കെ ഒത്തിരി ടൈമും ഒത്തിരി എനർജിയും ഒത്തിരി മണിയും എടുക്കുന്ന അല്ലെങ്കിൽ എടുക്കുന്ന പ്രോസസ്സാണ്. സോ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കണം റിക്രൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ഔട്ട് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ ഫയലിംഗ് ദ ജോബ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ജോബ് പൊസിഷനിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഫയൽ ചെയ്യുക ഓർ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അതിന് നമ്മൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്നത് എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്, നമ്മൾ പറഞ്ഞിട്ടുള്ള പേ സ്കെയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. സോ നമ്മളത് ഒബ്റ്റെയിൻ ചെയ്യാണ്. നമ്മുടെ പബ്ലിക്കിൽ നിന്ന് എത്ര എംപ്ലോയീസ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് നമ്മളത് ഒബ്റ്റെയിൻ ചെയ്തു. ദെൻ നമ്മൾ അതിൽ നിന്ന് ആ ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ ലിസ്റ്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എംപ്ലോയിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു പേഴ്സണെ റൈറ്റ് ആയിട്ടുള്ള ജോബിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നു. ഇതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, ഒന്ന് റീഡ് ചെയ്ത് നോക്കിയേ. റിക്രൂട്ട്മെന്റ് രണ്ട് പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തല്ലോ. ഇനി നമ്മള് റിക്രൂട്ട്മെന്റിന്റെ ഡെഫിനിഷൻസ് ആണ് നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് എഡ്വിൻ ബി ഫിലിപ്പോ ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു എഡ്വിൻ ബി ഫിലിപ്പോ, റിക്രൂട്ട്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് searching for prospective employees and stimulate them to apply for the job in the organization. Recruitment എന്ന് പറയുന്നത് ഒരു പ്രോസസ് ആണ്. എന്തിനുള്ള പ്രോസസ് ആണ്? സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. നമ്മൾ പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യാണ്? സെർച്ച് ചെയ്യാണ്. ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്. എന്നിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഇങ്ങനൊരു ജോബ് വേക്കൻസി ഉണ്ട്, ഈ ജോബ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്ന് നമ്മൾ അവരെ പ്രേരിപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാക്കേജസ് കൊടുക്കും, എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൊടുക്കും, എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് അട്രാക്റ്റീവ് പാക്കേജസ് ഒക്കെ വെച്ച് നമ്മൾ അവരെ എന്ത് ചെയ്യാണ്? നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യണം. മേ ബി ചില ഓർഗനൈസേഷന് ഗുഡ് വിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എങ്ങനെയായിരിക്കും? ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ നമുക്ക് നല്ല താല്പര്യമായിരിക്കും. അപ്പൊ നല്ല ഗുഡ് വില്ലുള്ള സ്ഥാപനങ്ങളിലൊക്കെ റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് കിട്ടാറുണ്ട്. ഇപ്പൊ ടാറ്റയുടെ ഒക്കെ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അവിടേക്ക് വരുമ്പോൾ ഒത്തിരി
എന്താണ് ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. സോ അവർക്ക് അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാത്രം എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എന്തിനുള്ള പ്രോസസ്സാണ്? സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്, കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുക. എന്നിട്ട് ആൻഡ് സ്റ്റിമുലേറ്റ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഈ ഒരു ജോബിലേക്ക് അവരെ അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാൻ, ഒരു ഓർഗനൈസേഷൻ ഒരു അഡ്വർടൈസ്മെന്റ് ആണ്, ജോബ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് വേക്കൻസി ഫോർ അക്കൗണ്ടന്റ് വേക്കൻസി ഉണ്ട്. എന്താണ് എംകോം വിത്ത് ഒരു 2 years എക്സ്പീരിയൻസ്, സാലറി പാക്കേജ് ഇന്ന റേഞ്ച് മുതൽ ഇന്ന എമൗണ്ട് വരെ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കോട്ടും കൂടി എഴുതി കഴിഞ്ഞാൽ, സോ നമ്മൾ ആ ഒരു അഡ്വർടൈസ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനോട് ഇഷ്ടം കൊണ്ട് ചിലപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യും. ഫോർ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു സാലറി പാക്കേജ് കാണുമ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യും. ഈ ഒരു പ്രോസസ്സാണ് ഇത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1 minute. ഓക്കെ ട്ടാ. അടുത്താണ് അക്കോർഡിംഗ് ടു ബാർബർ, recruitment includes those practices and activities carried out by the organization with the primary purpose of identifying and attracting the potential employees. Recruitment എന്ന് പറയുന്നത് ഒരു activities or policies ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ആ പോളിസി ഓർഗനൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്? അവരുടെ മെയിൻ ആയിട്ടുള്ള പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഐഡന്റിഫൈങ് ആൻഡ് അട്രാക്ടിങ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ്, കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് അല്ലെങ്കിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക, ഓർ അവരെ അട്രാക്ട് ചെയ്യുക, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അവരെ അട്രാക്ട് ചെയ്യുക. ഈ ഒരു പ്രോസസ്സാണ് എന്ത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. Okay, recruitment includes those practices and activities carried out by the organization with the primary purpose. Main ആയിട്ടുള്ള പർപ്പസ് എന്താണ്? Primary purpose of identifying and attracting potential employees. നമ്മളുടെ സ്ഥാപനത്തിലേക്ക് അവരെ അട്രാക്ട് ചെയ്യുക, ആ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക. ഇതാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞു, എഡ്വിൻ ബി ഫിലിപ്പോയുടെ ഡെഫിനിഷൻ പറഞ്ഞു, process of searching prospective employees and stimulate them to apply for the job. നമ്മൾ അവരെ എന്ത് ചെയ്യുന്നു, അവർ സെർച്ച് ചെയ്യുന്നു, പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ സെർച്ച് ചെയ്യുന്നു, അതേപോലെ അവരെ കൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു, പ്രേരിപ്പിക്കുന്നു, നമ്മുടെ ഓർഗനൈസേഷനുള്ള ജോബിലേക്ക് അവരോട് അപ്ലൈ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്നതാണ്. ഇനി ഇവിടെ നിന്ന് ബാർബറിന്റെ ഡെഫിനിഷനിലും സെയിം മീനിങ് തന്നെ പറയുന്നത്, അവരെ ഫസ്റ്റ് അവരെ ഐഡന്റിഫൈ ചെയ്യുക, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ ഐഡന്റിഫൈ ചെയ്യുക, പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. ഓക്കെ, അക്കോർഡിംഗ് ടു ഡാൽയോട്, recruitment is the process to discover the source of manpower. മാൻപവർ സോഴ്സ് ഡിസ്കവർ ചെയ്യാണ്. നമുക്കറിയാം ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഏതാണ്? നിങ്ങൾ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ്, അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആണ് ഹ്യൂമൻ റിസോഴ്സ്. നമുക്കറിയാം ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷനിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ഓർഗനൈസേഷൻ, അതിൽ ലേബർ അല്ലെ, ലേബർ ആണ് എന്ത്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സും കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ടഫ് ആയിട്ടുള്ളത് ഏതാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. കാരണം ഓരോ ഹ്യൂമൻ ബീങ്സും ഓരോ ഇൻഡിവിജ്വൽസും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ ഡിമാൻഡ്സും അവരുടെ ക്യാരക്ടറും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ ഈ മാൻ പവർ റിസോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സിനെ എന്ത് ചെയ്യുക, ഡിസ്കവർ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സ് ഡിസ്കവർ ചെയ്യുന്നത്? നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മാൻ പവറിനെ ഡിസ്കവർ ചെയ്യണത്. നോക്കാം, റിക്രൂട്ട്മെന്റ് ഈസ് എ പ്രോസസ് to discover the source of manpower to meet the requirements of the staffing schedule and to employ effective measure for attracting that manpower to allocate to facilitate selection of an effective working force. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മുടെ വർക്കിംഗ് ഫോഴ്സിനോടൊപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് ആക്ട് ആയിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള മാൻ പവേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അട്രാക്ട് ചെയ്യുന്നു. അവർ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എവിടെ ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നത്. ഡിസ്കവർ മാൻ പവർ,
പവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കവർ ദ സോഴ്സ് ഓഫ് മാൻ പവർ. ഫസ്റ്റ് അവരുടെ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാൻ പവർ സോഴ്സ് ഡിസ്കവർ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് സ്റ്റാഫിംഗ് ഷെഡ്യൂൾ. നമുക്ക് എത്ര സ്റ്റാഫുകൾ വേണം, എത്ര സ്റ്റാഫുകൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്, സ്റ്റാഫിംഗ് ഷെഡ്യൂളുകൾ മീറ്റ് ചെയ്യുന്നു. എഫക്റ്റീവ് മെഷേഴ്സ്, ഇനി എംപ്ലോയീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എഫക്റ്റീവ് മെഷേഴ്സ് എടുക്കുന്നു. ആൻഡ് adequate numbers to facilitate selection. നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് വേണം അല്ലെ. ഒരു പോസ്റ്റിലേക്ക് ഒരു വ്യക്തിയാണ് നമുക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് അദ്ദേഹത്തിന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അവിടെ നമുക്ക് സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഓപ്ഷൻസ് ഉണ്ടോ? നിങ്ങളിങ്ങനെ ഒരു ഓർഗനൈസേഷന്റെ വ്യൂവിൽ നിന്ന് ചിന്തിക്കണം. നമ്മളൊരു സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് ഒരാളെ, ഒരു ഒറ്റ ഇൻഡിവിജ്വലെ നമുക്ക് എന്ത് വന്നിട്ടുള്ളൂ, ഇന്റർവ്യൂവിന് വന്നിട്ടുള്ളെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ആ ഒരു വ്യക്തിനെ സെലക്ട് ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് ഒരു 10 നമ്പേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽസ് വന്നിട്ടുണ്ടെങ്കിൽ ആ 10 പേരിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ റിക്രൂട്ട്മെന്റിന് സെലക്ഷന് വേണ്ട ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് മാൻ പവേഴ്സിനെ കണ്ടെത്തേണ്ടത് ഏത് പ്രോസസ്സിലൂടെയാണ്? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെയാണ്. റിക്രൂട്ട്മെന്റിലൂടെയാണ് നമുക്ക് ആഡ്വക്കേറ്റ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കിട്ടുക. ആപ്ലിക്കൻസിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് പ്രോപ്പർ ആയിരിക്കണം. എന്നാലേ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവർ എന്ത് ചെയ്യുള്ളൂ, റിക്രൂട്ട്മെന്റ് സെലക്ഷന് വേണ്ടിയിട്ട് അവര് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുള്ളൂ, ആപ്ലിക്കേഷൻ തരുള്ളൂ. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയിനെ റൈറ്റ് ജോബിലേക്ക് നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അത്രയും നമ്പർ ഓഫ് എന്ത് വേണം, ആപ്ലിക്കൻസ് വേണം. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് സെലക്ഷൻ പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 3 ഡെഫിനിഷൻസ് പറഞ്ഞു. ആദ്യത്തെ ഡെഫിനിഷൻ, നിങ്ങൾ ആ 3 ഡെഫിനിഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കി. ആ പേരുകൾ ഒന്ന് നോക്കാം. പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ പോയിന്റ്സ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ ആണ് നമ്മൾ പറയുന്നത്. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആപ്ലിക്കേഷൻ തരുന്ന എല്ലാ ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് എ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. ആർക്ക് ആപ്ലിക്കേഷൻസ് തരുന്നോ അവരെല്ലാവരുടെയും ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. പെർവസീവ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നുണ്ട്. 2-way പ്രോസസ് ആണ്. ലിങ്കിങ് ആക്ടിവിറ്റി. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് റിക്രൂട്ട്മെന്റിന്റെ നേച്ചർ എന്ന്. ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം, നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആപ്ലിക്കേഷൻ തരാനായിട്ട് പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാവരുടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നുണ്ട്. റിസീവ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയാണ് അല്ലെ, നമ്മൾ ആപ്ലിക്കേഷൻ റിസൾട്ട് കൊടുത്തിട്ടുണ്ട്, നമ്മൾ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ വിളിക്കാം. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. നിങ്ങളൊക്കെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് പല സ്ഥാപനങ്ങളിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടുണ്ടാവും, ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണെങ്കിലും പക്ഷേ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. Recruitment is considered to be a positive function as it's built a group of qualified candidates. എന്തുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ കാരണം, നമ്മുടെ കയ്യിൽ ഒരു ഓർഗനൈസേഷന്റെ കയ്യിൽ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡീറ്റെയിൽസ്, അവരുടെ ബയോഡാറ്റ, അവരുടെ CV, അവരുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും എക്സ്പീരിയൻസും എല്ലാം അടങ്ങുന്ന ഒരു ഡാറ്റാസ് ഈ
നമ്മുടെ ഓർഗനൈസേഷനിൽ കളക്ട് ചെയ്യണം. ഫ്രം വിച്ച് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് കാൻഡിഡേറ്റ് ക്യാൻ ബി ചൂസൺ. അതിൽ നിന്ന് ഈ ഡാറ്റാസ് ഒക്കെ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഇസ് കൺസിഡേർഡ് ആസ് പോസിറ്റീവ് ഫംഗ്ഷൻ. എന്താണ് പോസിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാൻ കാരണം, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിനെ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താനും ആ ഗ്രൂപ്പ് ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ചൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ മാനേജീരിയൽ ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ്. ഒരു മാനേജീരിയൽ പ്രോസസ് ആണ്. നമുക്ക് ഒത്തിരി ടാസ്കുകൾ ഉണ്ടാവൂലേ, ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടാവും. ഓരോ ഫങ്ഷൻസിനും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്തു. ദെൻ നമ്മൾ ഇനി അടുത്തൊരു ഡെവലപ്മെന്റിന്റെ സമയത്ത് അല്ലെങ്കിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങുമ്പോൾ നമ്മൾ വീണ്ടും റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ദാറ്റ്സ് കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മൾ എത്ര നാള് ഓർഗനൈസേഷൻ ഉണ്ടോ അത്രയും നാള് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട്മെന്റ് പ്രോസസ്സും കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, continuous process, it is a managerial and ongoing process as it is does not involve a single task but a chain of tasks. നമ്മൾ വിചാരിക്കുന്ന ഒരു സിംഗിൾ ടാസ്ക് അല്ല റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ടാസ്ക് അല്ല, അതൊരു ഒരുപാട് ടാസ്കുകളുടെ ഒരു ചെയിൻ ആണ്, ചെയിൻ ഓഫ് ടാസ്ക് ആണ്. കാരണം നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, കാൻഡിഡേറ്റ്സിന് റിക്രൂട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യണം, പിന്നെ കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഇന്റർവ്യൂ ലെറ്റർ സെൻഡ് ചെയ്യണം. അത് ഒത്തിരി ടാസ്കുകൾ എന്തിലുണ്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലുണ്ട്. സോ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ ഓൺ ഗോയിങ് പ്രോസസ് ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവസീവ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ഏതൊരു ഓർഗനൈസേഷൻ, സ്മോൾ ഓർഗനൈസേഷൻ ആവട്ടെ ബിഗ് ഓർഗനൈസേഷൻ ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലായാലും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് വാല്യുബിൾ ആണ്. ഹ്യൂമൻ റിസോഴ്സ് വേണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വേണം അല്ലെ. നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യണം. റിക്രൂട്ട്മെന്റ് ഈസ് ആൻ ആക്ടിവിറ്റി വിച്ച് ടേക്ക് പ്ലേസ് ഇൻ എവറി ഓർഗനൈസേഷൻ. ഏതൊരു ഓർഗനൈസേഷനിലും റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പൊ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവട്ടെ, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫാക്ടറീസ്, അല്ലെങ്കിൽ ഏതൊരു ഫീൽഡിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് വേണം. Therefore, it is a dominant function. അതുകൊണ്ട് എല്ലാ ഏരിയയിലും ഒരു യൂണിവേഴ്സൽ ഫംഗ്ഷൻ ആയിട്ടാണ് റിക്രൂട്ട്മെന്റ് നമ്മൾ കാണുന്നത്. However, its volume and nature different according to the type and size of the organization. അതിന്റെ വോളിയം നേച്ചറിലും വ്യത്യാസം ഉണ്ടാവും. നമ്മളുടെ ഓർഗനൈസേഷന്റെ സൈസും ടൈപ്പും അനുസരിച്ച് നമ്മളുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ വലിയ കമ്പനീസ് ആണ്, മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു മന്ത്ലി ഓർ വീക്ക്ലി റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇപ്പൊ ഇൻഫോ പാർക്ക് ഒക്കെ പോലത്തെ ഓർഗനൈസേഷൻസ് ആണെങ്കിൽ അവിടെ വീക്ക്ലി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ആ ഓർഗനൈസേഷന്റെ സൈസും ടൈപ്പും അനുസരിച്ച് റിക്രൂട്ട്മെന്റിന്റെ നേച്ചറിൽ വ്യത്യാസമുണ്ട്. എന്നാലും എല്ലാ ഓർഗനൈസേഷനും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഉണ്ട്. ഇനി 2-way പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് രണ്ട് പാർട്ടീസ് ആണ് അവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഒരാള് റിക്രൂട്ടർ ആണ്, ഓണർ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ്. നെക്സ്റ്റ് നമ്മുടെ ആപ്ലിക്കൻസ് ആണ്, റിക്രൂട്ടി എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെസ്റ്റിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങൾക്ക് ടെസ്റ്റ് കിട്ടിയോ എല്ലാവർക്കും? ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ ഞാൻ പറയാം. PDF ആണ്. അപ്പൊ ഇത് 2-way പ്രോസസ് ആണ്. ഇറ്റ് ഈസ് ടെസ്റ്റ് ആണ്, നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആണ്, അത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. 2-way പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ 2-way പ്രോസസ് വിച്ച് ഇൻവോൾവ്സ് എ റിക്രൂട്ടർ ആൻഡ് എ റിക്രൂട്ടി. നമ്മളുടെ 2-way പ്രോസസ് ആണ്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് രണ്ട് പേരാണ്, റിക്രൂട്ടറും റിക്രൂട്ടറും ആണുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗനൈസേഷനും അതേപോലെ തന്നെ എംപ്ലോയി, ബോത്ത് ഓഫ് ദം ഹാവ് ദെയർ ഓൺ ചോയ്സ്. ഈ രണ്ട് പേർക്കും, നമ്മുടെ ഓർഗനൈസേഷനും അതേപോലെ തന്നെ നമ്മളുടെ എംപ്ലോയിക്കും, രണ്ടു പേർക്കും അവരുടേതായ ഒപ്പീനിയൻസ് ഉണ്ട്. സോ റിക്രൂട്ടറിന്റെ ഒപ്പീനിയൻ എന്താണ്, ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് ആരുടെ ഒപ്പീനിയൻ ആണ്, റിക്രൂട്ടറിന്റെ ഒപ്പീനിയൻ ആണ്. ഓണറിന്റെ ഒപ്പീനിയൻ ആണ്, ആ എംപ്ലോയീസിൽ ഏത് എംപ്ലോയിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് ഓണറാണ് തീരുമാനിക്കുന്നത്. നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മളെന്താ റിക്രൂട്ടിയാണ് അല്ലെങ്കിൽ
അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻസ് ആണ്. സോ ഏത് സ്ഥാപനം സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഓപ്ഷനാണ്. ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളത് നിങ്ങളുടെ ഓപ്ഷനാണ്. റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ 2-way പ്രോസസ് ആണ്. റിക്രൂട്ടും ഇതിൽ ഇൻവോൾവ് ആണ്. രണ്ടു പേർക്കും അവരുടേതായ എന്തുണ്ട് ചോയ്സുകൾ ഉണ്ട്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കാം. 2-way പ്രോസസ്. It is a 2-way process which involves a recruiter and recruitee. Both of them have their own choice. അപ്പോൾ ഓരോരുത്തർക്കും ഈ രണ്ടു പേർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ചോയ്സുകൾ ഉണ്ട്. The recruiter can choose who to select. ആര് സെലക്ട് ചെയ്യണം എന്നുള്ളത് റിക്രൂട്ടർ ആണ് ചൂസ് ചെയ്യുന്നത്. And the recruitee ഇവിടെ എഡിറ്റ് ചെയ്തോ, ഇവിടെ റിക്രൂട്ടർ ആണ് കേട്ടോ. Recruitee has the choice of selecting the organization in which he wants to work. ഞാൻ ഏത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് ആരുടെ അഭിപ്രായമാണ്? ആപ്ലിക്കന്റിന്റെ ഒപ്പീനിയൻ ആണ്, അല്ലെങ്കിൽ ആപ്ലിക്കന്റ് ചോയ്സ് ആണ്. നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം എന്നുള്ളത് റിക്രൂട്ടീസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായമാണ്. റിക്രൂട്ടറിന്റെ അഭിപ്രായം ആര് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഏത് സ്ഥാപനം സെലക്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുടെയും തീരുമാനമാണ്. ഇനി ലിങ്കിങ് ആക്ടിവിറ്റീസ് ആണ്. ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. എംപ്ലോയിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന, കണക്ട് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് ആണ് ലിങ്കിങ് ആക്ടിവിറ്റി. എംപ്ലോയറെയും കണക്ട് ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് ആ ഒരു ലിങ്ക് ആണ് എന്ത് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഇറ്റ് ബ്രിങ്സ് ടുഗദർ ദ എംപ്ലോയർ ആൻഡ് ദ എംപ്ലോയി and hence is considered to be a linking activity. എംപ്ലോയറിനെയും എംപ്ലോയിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെയാണ്, റിക്രൂട്ട്മെന്റിനെയാണ് നമ്മൾ ലിങ്കിങ് ആക്ടിവിറ്റി ആയിട്ട്, ആ കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് ജോബാണ്. ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, നമ്പർ ഓഫ് ജോബ്സ് ഉണ്ട്. മാനേജ്മെന്റിന്റെ ലിമിറ്റിൽ നിന്നുകൊണ്ട്, ഫ്രീഡത്തിൽ നിന്നുകൊണ്ട് നമ്മൾ റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും, വർക്കുകൾ ചെയ്യേണ്ടതായിട്ട് വരും. റിക്രൂട്ട്മെന്റ് ഈസ് എ കോംപ്ലക്സ് ഡ്യൂ ടു numerous factors that can limit the management for freedom. മാനേജ്മെന്റ് ഫ്രീഡത്തിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒത്തിരി കാര്യങ്ങളുണ്ട്. അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യണം, ആപ്ലിക്കേഷന് ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് സെലക്ട് ചെയ്യണം, ഇന്റർവ്യൂവിന് കോൾ കൊടുക്കണം, ഇന്റർവ്യൂ ലെറ്ററോ അല്ലെങ്കിൽ ഇന്റർവ്യൂ ലെറ്ററോ അല്ലെങ്കിൽ കോളോ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. സോ മാനേജ്മെന്റ് ലിമിറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ എല്ലാ ഫങ്ഷൻസും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. സോ നമ്മൾ നേച്ചർ ഓഫ് മാനേജ്മെന്റ് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല് നേച്ചർ ഓഫ് മാനേജ്മെന്റ് അല്ല, നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞു. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഫങ്ഷൻ ആണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരാളെ റിക്രൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സ്റ്റോപ്പ് ആകുകയല്ല, വീണ്ടും നമ്മുടെ സ്ഥാപനത്തിൽ വീണ്ടും വേക്കൻസീസ് വരും. അപ്പൊ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. പെർവസീവ് ഫംഗ്ഷൻ ആണ്. ഏതൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും റിക്രൂട്ട്മെന്റ് ഫംഗ്ഷൻ ഉണ്ട്. കമ്പാരിറ്റീവ് ഇപ്പൊ സ്മോൾ സ്കെയിലിനോ ലാർജ് സ്കെയിലിനോ അങ്ങനത്തെ വ്യത്യാസമൊന്നുമില്ല. ഏതൊരു സ്ഥാപനത്തിലും റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. 2-way പ്രോസസ് ആണ്. റിക്രൂട്ടറും തമ്മിലുള്ള ഒരു പ്രോസസ് ആണ് ഇവിടെ വരുന്നത്, റിക്രൂട്ട്മെന്റ് വരുന്നത്. ദെൻ ലിങ്കിങ് ആക്ടിവിറ്റി ആണ്. എംപ്ലോയറിനെയും കണക്ട് ചെയ്യുന്ന ആ ലിങ്ക് ആണ് റിക്രൂട്ട്മെന്റ്. കോംപ്ലക്സ് ജോബ് ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഒത്തിരി ജോബ്സുകൾ ഒരുമിച്ച് ചെയ്യുന്ന ഒത്തിരി ഫങ്ഷൻസ് ആണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിട്ടാ. നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. എന്തെല്ലാമാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഓർ എന്തെല്ലാം പ്രത്യേകതകളാണ് റിക്രൂട്ട്മെന്റിലുള്ളത്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് നോക്കാം. ബിസിനസ് ഗ്രോത്ത്. ബിസിനസ് ഗ്രോത്തും റിക്രൂട്ട്മെന്റും ഒരു എന്താ പറയാ അൺഅവോയ്ഡബിൾ ഫാക്ടർ ആണ്. നമ്മുടെ ബിസിനസിന് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരുപാട് ജോബ് വേക്കൻസീസ് വരും. സോ നമ്മൾ കൂടുതലായിട്ട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ആ ബിസിനസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിനെ കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ. റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ആ ബിസിനസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ഫൈലിംഗ് വേക്കൻസി കോഴ്സ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുന്ന എല്ലാ എംപ്ലോയീസും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വർക്ക് ചെയ്യുന്നില്ല. സോ അവർക്ക് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഓർ ഹയർ സ്റ്റഡീസിനോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് അവർ കൊഴിഞ്ഞു പോകാറുണ്ട് ഇല്ലേ. സ്ഥാപനത്തിൽ നിന്ന് അവര് ആ ഒരു സർവീസ് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. അങ്ങനെ വരുമ്പോൾ വേക്കൻസീസ് ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യുക. ഇൻ ചേഞ്ചിങ് ദ ജോബ് റോള്, നമ്മൾ ജോബ് റൊട്ടേഷൻ ഒക്കെ കൊടുത്ത് നമ്മൾ എല്ലാ ജോബിനെ കുറിച്ചിട്ടും എന്താണ് നമ്മൾ സ്കില്ല് എംപ്ലോയീസിനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് റൊട്ടേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്റേണൽ പ്രൊമോഷൻ, നമ്മുടെ സ്ഥാപനത്തിന്റെ അകത്ത് തന്നെയുള്ള എംപ്ലോയീസ് ഒരുപാട് നാളായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ്. സോ ആ എംപ്ലോയീസിനെ നമ്മളിപ്പോ കുറച്ചും കൂടി കോമ്പറ്റന്റ് ആയിട്ടുള്ള ഹൈ പെയ്ഡ് ജോബിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് കിട്ടും. നമ്മൾ ഇത്രയും നാള് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. സോ അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. ഓട്ടോമാറ്റിക്കലി അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വേക്കൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻക്രീസിങ് വർക്ക് ലോഡ്, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വർക്കുകൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടുതലായിട്ട് എംപ്ലോയീസിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നോക്കുന്നത്. എന്തെല്ലാമാണ് റിക്രൂട്ട്മെന്റ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ബിസിനസ് ഗ്രോത്ത്. Recruitment is unavoidable for the business to grow. ബിസിനസിന് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റിക്രൂട്ട്മെന്റ്. സിൻസ് എ ബിസിനസ് വിച്ച് ഈസ് റിക്രൂട്ടിംഗ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ ഒരുപാട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗനൈസേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അവർ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾസോ റിക്വയർഡ് സ്കിൽ ഫോർ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ബിസിനസ് ഡെവലപ്മെന്റ്. അതിന്റെ മീനിങ് എന്താണ്, അവർക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ സ്കില്ല് അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ വേണം. ആൻഡ് ദ കറന്റ് സ്കിൽ സെറ്റ് റിക്വയർഡ് ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഓൺലി ബൈ റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് എംപ്ലോയി. നമുക്കപ്പോ കറന്റ് സ്കില്ലുള്ള ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ പറയുന്നേ, ഒരു പർച്ചേസിങ് സെല്ലിങ്ങും ഇന്റർനെറ്റില് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അങ്ങനെ ഓർഗനൈസേഷൻ അവരുടെ പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. സോ അപ്പൊ അവർക്ക് അവിടെ വെബ് ഡിസൈനറിന്റെ ആവശ്യം വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഒരു ബിസിനസ് സാധാരണ ഓർഡിനറി ബിസിനസ് ഈ ബിസിനസ്സിലേക്ക് മാറുമ്പോൾ അവിടെ രണ്ട് എന്ത് വരുന്നുണ്ട്, ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്. വെബ് ഡിസൈനറിന്റെ ജോബ് വേക്കൻസീസ് വരുന്നുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജി സ്പെഷ്യലിസ്റ്റിന്റെ വേക്കൻസീസ് വരുന്നുണ്ട്. സോ നമ്മൾക്ക് പുതിയ സ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നമുക്ക് കൂടുതലായിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, റിക്രൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, പർച്ചേസിംഗ് ആൻഡ് സെല്ലിംഗ് ഓൺ ദ ഇന്റർനെറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രോത്ത് ഏരിയ that can encourage the organization to bring in web designers and specialists in information technology, that is e-commerce. നോക്കാം, ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തേ പറ്റൂ. ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്ക് പുതിയ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നമുക്ക് റിക്രൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഒരു ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിനെ അവര് സെലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് അതാണ്. നെക്സ്റ്റ്, ഫയലിംഗ് ഓഫ് വേക്കൻസീസ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഏതെങ്കിലും സ്റ്റാഫ് ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, വെച്ചാൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ സ്റ്റാഫ് ടേൺ ഓവർ വരാണെങ്കിൽ അതിന് എന്താണ് റീസൺ, അല്ലെങ്കിൽ അതിന് അടുത്ത ആ സ്റ്റാഫ് പോയതിന് പകരം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും.
Every business face staff turnover at some point of time. For example, chain store like Sainsbury and ASDA have ongoing recruitment process for car parking attendants, checkout staff, and other staff members. Just an example parayana. രണ്ട് ചെയിൻ സ്റ്റോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അവര് എല്ലാ ദിവസവും റിക്രൂട്ട്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കാർ പാർക്കിംഗ് അറ്റൻഡൻസ്, ചെക്ക്ഔട്ട് സ്റ്റാഫിനൊക്കെ വേണ്ടിയിട്ട്, സ്റ്റാഫ് മെമ്പേഴ്സിന് വേണ്ടി സ്ഥിരമായിട്ട് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു. ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. ഫയലിംഗ് വേക്കൻസി പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. നമ്മൾ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഇല്ലേ, ഓൺലൈനായിട്ട് ഫുഡ് ഡെലിവറി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ഓർഗനൈസേഷൻസ് ആണ് ഏത്, സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ. അത് അവര് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഏത് സമയവും അവർക്ക് എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ് ചെയ്യുന്നുണ്ട്. ചില സ്റ്റാഫുകൾ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ഡെലിവറി ചെയ്യുന്ന വോയിസ് അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. മേ ബി ഹയർ സ്റ്റഡീസോ മറ്റെന്തെങ്കിലും കാരണങ്ങളിലൂടെ അവർ പോകുന്നുണ്ട്. അതിന് പകരം അവര് എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൂടുതൽ എംപ്ലോയീസിനെ ഡെയിലി റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വരുന്ന വേക്കൻസീസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, നമ്മള് സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ഇവിടെ എക്സാമ്പിൾ രണ്ട് ചെയിൻ സ്റ്റോഴ്സിന്റെ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ. ഞാൻ അതിന് പകരമായിട്ട് നമുക്കറിയാവുന്ന രണ്ട് സ്റ്റോഴ്സ് പറഞ്ഞു. People will have numerous reason to leave the job. നമ്മൾ ആ ജോബ് ലീവ് ചെയ്യാനായിട്ട് ഒരുപാട് റീസൺസ് ഉണ്ടാവും. എക്സാമ്പിൾ ഹയർ സ്റ്റഡീസ് ആൻഡ് നീഡ് ടു ബി റീപ്ലേസ്ഡ് റെഗുലർലി. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ റെഗുലർ ആയിട്ട് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തൊരു എംപ്ലോയിനെ ആ ഒരു പോസ്റ്റിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഹെൻസ് to fill this opening, recruitment is required. So ഇങ്ങനെ നമ്മൾ ആ ഒരു ഓപ്പണിംഗിലേക്ക് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. ബിസിനസ് ഗ്രോത്ത് ആൻഡ് ഫയലിംഗ് ദിസ് വേക്കൻസീസ് ഗോസ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. സോറി, എന്റെ പേര് അപർണ എന്നാണ്. ക്ലാസ് എടുക്കാൻ ഇതില് ക്ലാസ്സിന്റെ ഒരു അറേഞ്ച്മെന്റ്സിന്റെ ഒക്കെ പ്രശ്നമായതുകൊണ്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല. സോറി. നിങ്ങളെ ഞാൻ ഓരോരുത്തരായിട്ട് അടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പരിചയപ്പെട്ടോളാം കേട്ടോ. കാരണം നമുക്ക് എന്താ പറയാ, പരിചയപ്പെടാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഞാൻ പരിചയപ്പെട്ടോളാം. ഓക്കെ. ഞാനിപ്പോ ഇന്ന് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. ഞാനിന്ന് എടുത്തത് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. റൈറ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ 3 ഡെഫിനേഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ നേച്ചർ ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, പെർവസീവ് ആണ്, 2-way പ്രോസസ് ആണ്. ഇതൊക്കെ കോംപ്ലക്സ് ജോബാണ്, നമുക്കറിയാം. കോംപ്ലക്സ് ആയിട്ടുള്ള ജോബാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. അതിൽ 2 പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞുള്ളൂ. ബിസിനസ് ഗ്രോത്ത് പറഞ്ഞു. ബിസിനസ് ഗ്രോ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ കൂടുതലായിട്ട് എംപ്ലോയീസിനെ എന്ത് ചെയ്യും, റിക്രൂട്ട് ചെയ്യും. ഫയലിംഗ് വേക്കൻസി പോസ്റ്റ് ഡ്യൂ ടു സ്റ്റാഫ് ടേൺ ഓവർ. നമ്മുടെ ഓർഗനൈസേഷന് സ്റ്റാഫുകൾ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ വരുന്ന ആ വേക്കൻസീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഡിസ്കസ് ചെയ്തത് കേട്ടോ. ഓക്കെ. അപ്പോ ചാപ്റ്റർ 1 കഴിഞ്ഞിട്ടില്ല. ചാപ്റ്റർ 1 ട്രീസ മാം എടുക്കുന്നത്. ട്രീസ മാം അത് കണ്ടിന്യൂ ചെയ്യും. നമുക്ക് ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് തന്നെ ഇഷ്ട ക്ലാസ് പറഞ്ഞല്ലോ, അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ or ഫ്രൈഡേ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞാൻ ചാപ്റ്റർ 2 ആണ് എടുക്കുന്നത്. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നാളെയും എന്റെ ക്ലാസ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.